ചെയർമാൻ്റെ അറിവോടുകൂടി അവർ പാർട്ടിയെ ജില്ലാ കമ്മിറ്റിയെ നോക്കൂത്തിയാക്കിക്കൊണ്ട് പല വിഭാഗീയ പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. അപ്പോൾ ആ നടത്തുന്നുള്ളത് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ആകുമ്പോൾ പിന്നെ ജില്ലാ കമ്മിറ്റി നോക്കൂത്തിയല്ലേ. അതുകൊണ്ട് ജില്ലാ കമ്മിറ്റിയിലുള്ളവരെല്ലാം തന്നെ രാജിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആരൊക്കെ രാജിവെച്ചിട്ടുണ്ടെന്നല്ലേ? അപ്പോൾ ഞാൻ രാജിവെച്ചു. പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ രാജിവെച്ചിട്ടുണ്ട്. പിന്നെ ലക്ഷ്മൺ ദാസ് ജില്ലാ ജനറൽ സെക്രട്ടറി രാജിവെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റ് ആൾക്കാരും ഇനിയിപ്പം അതുമായിട്ട് ജില്ലാ കമ്മിറ്റി മെമ്പേഴ്സ് ആരും ഇതുമായിട്ട് സഹകരിക്കില്ലെന്നാണ് എന്നോട് അറിയിച്ചിട്ടുള്ളത്. അതായത് ഞാനിവിടെ നിലവിൽ വരുമ്പോൾ ജില്ലാ കമ്മിറ്റി വിളിച്ചാൽ 3 പേര് 4 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഇപ്പോൾ ഏകദേശം 30 പേരോളം ജില്ലാ കമ്മിറ്റിയിലാവുകയും ഈ 1.5 കൊല്ലം കൊണ്ട് ജില്ലാ കമ്മിറ്റിയിലാവുകയും ഇപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങൾ ഏകദേശം ഒരു 300ഓളം പേരുടെ പ്രകടനം നടത്തുകയും ചെയ്തു. അപ്പം എന്തുകൊണ്ടോ ചെയർമാന് നമ്മളോട് എന്തോ ഒരു താല്പര്യക്കുറവ് പോലെ കാണുന്നു. മാത്രമല്ല 5 ജില്ലയ്ക്ക് ഒരു മെമ്പറെയാണ്, നമുക്ക് ഒരു പഞ്ചായത്തിൻ്റെ മെമ്പറെയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ വിളിച്ചെന്ന് അഭിനന്ദിക്കേണ്ടതിന് പകരം നമ്മൾ അങ്ങോട്ട് വിളിച്ചാൽ ചെയർമാൻ ഫോൺ പോലും എടുക്കുകയില്ല. ഒരാളുടെ ഒരു അഭിനന്ദനം നമുക്ക് കിട്ടിയിട്ടില്ല. ഇതൊക്കെ സ്വാഭാവികമായും പാർട്ടിയിൽ നമ്മൾ പൈസ മുടക്കി പ്രവർത്തിക്കുമ്പം ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ളൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് യാതൊരു കാര്യം ഇല്ല. അപ്പം മറ്റ് ജില്ലാ പ്രസിഡന്റുമാർ കണ്ണൂർ, കാസർഗോഡ്, നമ്മുടെ കോഴിക്കോട് എല്ലാവരും അസംതൃപ്തർ തന്നെയാണ്. അന്ന് ഒരു പത്രത്തിൽ വാർത്ത വന്നിരുന്നത് ശരിവെക്കുന്ന രീതിയിലാണ് എല്ലാവരുടെയും നീക്കങ്ങളുള്ളത്. അപ്പോൾ നേതൃത്വത്തിൻ്റെ, അതായത് നമ്മുടെ ചെയർമാനെ സംബന്ധിച്ചിടത്തോളം ചെയർമാൻ നല്ല ആളാണ്, നല്ല ഭരണാധികാരിയാണ്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ലൈൻ അദ്ദേഹത്തിന് അറിയില്ല. പൊളിറ്റിക്സ് എന്ത് ചെയ്യണം? ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഈ കേരള കോൺഗ്രസ് PA സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തതാണ്. ആ പോസ്റ്റിലേക്കാണ് ഇവിടെ ആളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ വേണമെങ്കിൽ എനിക്കത് ഇല്ലാതാക്കാൻ പറ്റുന്ന അല്ല ചോദ്യം ചെയ്യാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ ഇങ്ങനെ വരുന്ന ഈ കാര്യങ്ങൾ നമുക്കൊരു പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്താണ് അടുത്ത നടപടി? അടുത്ത നടപടി ഞാൻ LDF തുടരും. എന്തായാലും തൽക്കാലം വിട്ടു നിൽക്കുകയാണ്. LDF തുടരാനുള്ള ഇന്ന് രാവിലെ LDF ജില്ലാ കൺവീനർ പ്രിയപ്പെട്ട ശശിയേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. സണ്ണി എന്താണ് ഞാൻ പറഞ്ഞ എനിക്ക് വിട്ടു നിൽക്കുന്നത് എന്തോ ഞാൻ പറഞ്ഞപ്പോൾ ഇതാണ് എൻ്റെ കാരണം, ഇങ്ങനെയുള്ള വിവാഹിത പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയർമാൻ കാര്യങ്ങൾ നീക്കുന്നത്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒന്ന് വിട്ടു നിൽക്കുകയാണെന്ന് അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു. ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തു നിന്ന് ഒരു മെമ്പറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് വന്നവരെല്ലാം തന്നെ അസംതൃപ്തരാണ്, ഞങ്ങൾ വിട്ടുപോകാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു അംഗീകാരവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പ്രസന്നൻ സാറാണ് ഞങ്ങളെല്ലാം ഇതിലേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം കോൺഗ്രസ് എസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഇന്ന് കേരള Bയുടെ സെക്രട്ടറിയായിട്ട് അദ്ദേഹം തുടരുകയാണ്. കോൺഗ്രസ് എസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഇന്ന് Bയുടെ സെക്രട്ടറിയായിട്ട് അദ്ദേഹം തുടരുകയാണ്. അദ്ദേഹം അസംതൃപ്തനാണെന്നാണ് ഈ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച ആൾ പറഞ്ഞിരിക്കുന്നത്.